എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും നമസ്കാരം. എൻ്റെ പേര് തോമസ് വർഗീസ് ആണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ റിച്ച് ഡാഡ് പുവർ ഡാഡിൻ്റെ കീ ടേക്ക് അവേസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ചെറിയൊരു ഗിവ് അവേയും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ റിച്ച് ഡാഡ് പുവർ ഡാഡിൻ്റെ ഒരു കോപ്പി ഒരു ലക്കി വിന്നറിന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ലക്കി വിന്നറിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മളൊരു ഈ ബുക്കിൻ്റെ ഒരു കോപ്പി ഡയറക്റ്റ്ലി അയച്ചു തരുന്നതാണ്. അപ്പോൾ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കൂടി അതിനകത്ത് കൊടുക്കണം നമുക്ക് നിങ്ങളെ റീച്ച് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. എൻ്റെ പേര് തോമസ് വർഗീസ് എന്നാണ്. ഈ ചാനലിലത്ത് ഒത്തിരിയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. ഫൈനാൻഷ്യൽ കണ്ടൻറ്റും സ്റ്റാർട്ടപ്പ് ബേസ്ഡ് കോണ്ടൻറ്റുമാണ് നമ്മൾ ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ ചാനലിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് നോക്കുക. അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വാല്യൂ ആഡായി തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യും. സ്ട്രെയിറ്റ് അവേ നമുക്ക് റിച്ച് ഡാഡ് പുവർ ഡാഡിൻ്റെ റിവ്യൂ എന്ന് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. അതിനകത്തുള്ള കീ പോയിൻറ്റ്സ് ഒരു ബുക്ക് വായിക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് റോബർട്ട് കിയോസ്കി ഈ ബുക്കിൽ പറയുന്നത് ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് 6 വാക്കുകളാണെന്നാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇൻകം, പിന്നെ എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി, ക്യാഷ് ഫ്ലോ. ഈ ക്യാഷ് ഫ്ലോ എന്നുള്ളത് ഒരു ടെർമിനോളജി ആണെങ്കിലും പുള്ളി 2 വാക്കായിട്ടാണ് അതിനകത്ത് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 വാക്കുകളിലാണ് ഈ ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ എൻറ്റയർ പ്രോസസ്സ് എന്നാണ് പുള്ളി വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുള്ളി 2 പാറ്റേൺസ് ആണ് ഈ ബുക്കിൽ കാണിക്കുന്നത്. അത് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ വീഡിയോയുടെ സ്ക്രീനിൽ വരും. ഈ 2 പാറ്റേൺ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഒരു മിഡിൽ ക്ലാസ് ആയ ആളെങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്നും, മറ്റേ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു റിച്ച് പേഴ്സൺ എങ്ങനെയാണ് അയാളുടെ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യുന്നത് എന്നാണ് ഈ ബുക്കിൻ്റെ ഏറ്റവും ക്രിറ്റിക്കലായിട്ടൊരു പോയിന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ആദ്യം ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് ഒരു മിഡിൽ ക്ലാസ് ആൾ മാനേജ് ചെയ്യണേ എന്നുള്ളൊരു പോയിന്റിലേക്ക് നമുക്കിപ്പോൾ കടക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ കാണുന്ന പോലെ തന്നെ ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി എന്ന് പറയുന്ന ഇത്രയും ടെർമിനോളജി മുമ്പ് പറഞ്ഞ ഫൈനാൻഷ്യൽ ലിറ്ററസി ടെർമിനോളജിയിലേക്ക് നമ്മൾ വന്ന് നിൽക്കുകയാണ്. ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾ ലെറ്റ്സ് സേ സാലറി അല്ലെങ്കിൽ ഇൻകം കിട്ടുമ്പോൾ ഇതിനകത്ത് ഈ ഫിഗറിനകത്ത് അവർ ജോബ് എന്ന് പറയുന്ന സാലറി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഇത് സാലറി എന്ന് തന്നെ ആയിക്കൂടണമെന്നില്ല. ചിലപ്പോൾ ബിസിനസ് ഇൻകം ആയിരിക്കും, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും, അങ്ങനെ പല ഇൻകവും ആയിരിക്കാം. പക്ഷേ ഈ ഒരു പേഴ്സൺ എങ്ങനെയാണ് ഈ ക്യാഷ് മാനേജ് ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരു പിക്ചറിൽ കാണിക്കുന്നത്. അതായത് ഒരു ജോബ് ചെയ്ത് സാലറി കിട്ടുമ്പോൾ തന്നെ പുള്ളി ഈ മിഡിൽ ക്ലാസ് പേഴ്സൺ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് കുറേ ലയബിലിറ്റീസ് എടുത്ത് തലയിൽ വെക്കുകയാണ്. ലെറ്റ്സ് സേ ഒരു കാറ് എൻഹാൻസ് ചെയ്യുക. പെട്ടെന്ന് പുള്ളിക്ക് തോന്നുമ്പോൾ എന്തായാലും ഇൻകം കൂടി, അപ്പോൾ നമുക്കൊരു കാർ അങ്ങ് എൻഹാൻസ് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി ഒരു കാർ ലോൺ എടുക്കും, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കും. അതല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ലോൺ എടുത്ത് മോർട്ട്ഗേജ് ലോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പുള്ളി വന്നു പെടും. അങ്ങനെ ഈ പിക്ചറിൽ കാണുന്ന പോലെ കുറേ എക്സ്പെൻസുകൾ പുള്ളിയുടെ ജോബ് ചെയ്ത് കഴിഞ്ഞ് സാലറി കിട്ടിയെടുത്ത് സ്ട്രെയിറ്റ് അവേ കുറേ ലയബിലിറ്റീസ് എടുത്ത് തലയിൽ വെച്ച് ആ ഒരു ആരോ പോകുന്നുണ്ടോ സ്ട്രെയിറ്റ് അവേ ആ ലയബിലിറ്റിയിൽ നിന്ന് നമ്മൾ എക്സ്പെൻസ്, ആ ലയബിലിറ്റിയിൽ നിന്ന് ഇൻകർ ചെയ്യുന്ന ചിലവുകൾ പുള്ളിയുടെ സാലറിയിൽ നിന്ന് എക്സ്പെൻസുകളായിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു മിഡിൽ ക്ലാസ് ചെയ്യുന്നത്. നമ്മൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ പല ആൾക്കാരും ഇതേ പ്രോസസ്സിലാണ്. അതായത് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സാലറി കിട്ടി, അല്ലെങ്കിൽ സാലറി എൻഹാൻസ് ആയി, സാലറി ഇൻക്രിമെൻറ്റ് വന്നു, ബോണസ് വന്നു, ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം ചെയ്യുന്നത് കയ്യിലുള്ള ലയബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. എന്നിട്ട് ആ ലയബിലിറ്റി വഴി പുറത്തേക്ക് എക്സ്പെൻസ് പോവുക. ഈ അസറ്റ് സൈഡിൽ ഒന്നും നമുക്ക് വരുന്നില്ല. പക്ഷേ ഇനി നമ്മൾ ഈ ഫിഗറിൽ കാണാൻ പോകുന്നത് ഒരു റിച്ച് പേഴ്സൺ എങ്ങനെയാണ് പുള്ളിയുടെ ക്യാഷ് മാനേജ് ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ റിച്ച് പേഴ്സൻ്റെയും ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. ഇദ്ദേഹത്തിന് ഇൻകം കിട്ടുമ്പോൾ തന്നെ പുള്ളി ആദ്യം ചെയ്യുന്നത് പുള്ളിയുടെ അസറ്റ് സൈഡിലേക്ക് കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് സ്റ്റോക്ക്, ബോണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, റിയൽ എസ്റ്റേറ്റ് എന്നുള്ള വാക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ വീഡിയോ നമുക്ക് സംസാരിക്കാം. ഇത്രയും കാര്യങ്ങൾ ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സ് ഈ പുള്ളിയുടെ ഇൻകം കൊണ്ട്, അതായത് ഈ റിച്ച് പേഴ്സൻ്റെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഈ ഇൻകം കൊണ്ട് പുള്ളി ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ആരോ തിരിച്ച് മുകളിലേക്ക് പോകുന്നുണ്ടോ ആ അസറ്റ്സിൽ നിന്ന് വരുന്ന ഇൻകം പുള്ളി തിരിച്ച് പുള്ളിയുടെ ഇൻകത്തിലേക്ക് വീണ്ടും വരും. അപ്പോൾ ബേസിക്കലി പുള്ളി ഈ ഒരു പ്രോസസ്സിലൂടെ പുള്ളി മേടിക്കുന്ന, അതായത് പുള്ളി സ്പെൻഡ് ചെയ്യുന്ന അസറ്റ്സിലൂടെ പുള്ളിയുടെ ഇൻകം കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ബേസിക് ഡിഫറൻസ് അബൌട്ട് ബീയിങ് എ മിഡിൽ ക്ലാസ് പേഴ്സൺ ആൻഡ് എ റിച്ച് പേഴ്സൺ. ഈ റിച്ച് പേഴ്സൺ എന്ന് പറഞ്ഞാൽ കോടികൾ കയ്യിലുള്ള ആളായിരിക്കണം എന്നല്ല റിച്ച് പേഴ്സൺ എന്ന് പറയുന്നത്. എന്നാലും ഇതിൻ്റെ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ ക്യാഷ് ഫ്ലോ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കണ്ട പോലെ മിഡിൽ ക്ലാസ് വരുന്നു, ലയബിലിറ്റി കൂട്ടുന്നു, പുറത്തേക്ക് എക്സ്പെൻസ് തള്ളി വിടുന്നു. റിച്ച് പേഴ്സൺ എന്ത് ചെയ്യുന്നു? ഇൻകം വരുന്നു, ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ ജനറേറ്റിംഗ് അസറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം വീണ്ടും പുള്ളിയുടെ ഇൻകത്തിലേക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നു.
അതുവഴി പുള്ളി റിച്ച് ഓൾവേസ് ടെൻസ് ടു ബിക്കം റിച്ചർ എന്നുള്ളതാണ് ബുക്കിൽ പറയുന്നത്. രണ്ടാമത്തെ ഒരു ഭയങ്കര ക്രിട്ടിക്കൽ പോയിന്റ് വിച്ച് ചേഞ്ച്ഡ് മൈ ലൈഫ്, എൻ്റെ ലൈഫ് മാറ്റി, ഈ വായിക്കുന്ന എല്ലാവരുടെയും ലൈഫ് മാറ്റി ഒരു വളരെ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? അസറ്റും ലയബിലിറ്റിയുടെ കറക്റ്റ് ഡെഫിനേഷനാണ്. നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നമ്മുടെ ഒരു കമ്പനിയുടെ അസറ്റ്സ് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഹൗസ്, അതിനകത്ത് കാറ്, കമ്പനിയുടെ ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഈ ഹൗസ്, കാറ് എന്നുള്ള എല്ലാ സാധനങ്ങളും അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെയാണ് ഈ ഓത്തർ വളരെ ക്രിട്ടിക്കലായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. പുള്ളി പറയുന്നത് ശരിക്കും നമ്മുടെ കയ്യിൽ ലോൺ എടുത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീട് നമ്മുടെ അസറ്റ് അല്ല, അത് നമ്മുടെ ലയബിലിറ്റി ആണെന്നും, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാർ നമ്മുടെ അസറ്റ് അല്ല, അത് നമ്മുടെ ലയബിലിറ്റി ആണെന്നാണ് പറയുന്നത്. അതിന് എക്സാക്ട് ഡെഫിനിഷൻ പുള്ളി പറയുന്നത് എനിത്തിങ് ദാറ്റ് മേക്സ് യു സ്പെൻഡ് യുവർ മണി ടു മെയിൻറ്റെയിൻ ദാറ്റ് ഈസ് എ ലയബിലിറ്റി ആൻഡ് എനിത്തിങ് ദാറ്റ് മേക്സ് യു ഗെറ്റ് മണി, ക്യാഷ് ഫ്ലോ അതിനകത്ത് നിന്ന് വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണെങ്കിൽ അതൊരു അസറ്റാണ്. ഇനി ഈ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കേസിൽ ഇതേ വീടും ഇതേ കാറും നമ്മുടെ അസറ്റ് ആവണമെന്ന് എങ്ങനെയായിരുന്നു? പുള്ളി ആദ്യം ലയബിലിറ്റി ആണെന്നല്ല പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതൊരു അസറ്റാണ്, പക്ഷേ പുള്ളി ഡിഫൈൻ ചെയ്തു അതൊരു ലയബിലിറ്റിയാണ്. കാരണം ഒരു വീട് ഞാൻ മേടിച്ച് ഞാൻ അതിൻ്റെ അടുത്ത് താമസിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ടാക്സ് കൊടുക്കണം, ഞാൻ അതിൻ്റെ EMI കൊടുക്കണം, അതിൻ്റെ മെയിൻ്റെനൻസ് കൊടുക്കണം. ഇതെല്ലാം കൊടുത്ത് വരുമ്പോൾ അത് ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോവുകയാണ് അല്ലേ? പക്ഷേ ഇതേ വീടോ ഇതേ കാറോ നമ്മുടെ അസറ്റായി മാറും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതേ സാധനം ഇപ്പോൾ വീട് നമ്മൾ മേടിച്ചിട്ട് റെൻറ്റിന് കൊടുക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഇൻകം ജനറേറ്റിംഗ് അസറ്റായല്ലോ. ഇപ്പോൾ കാറിൻ്റെ കേസിൽ അത് ലയബിലിറ്റിയിൽ നിന്ന് അസറ്റ് ആവണത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു പ്രാക്ടീസാണ്. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ കാറ് മേടിച്ച് അത് പുറത്തേക്ക് റെൻറ്റിന്, മേ ബി ഒരു നല്ലൊരു വലിയ കാറാണെങ്കിൽ മാരേജ് കാര്യങ്ങളൊക്കെ ആൾക്കാർ റെൻറ്റിന് എടുക്കാറുണ്ട്. അതും നമുക്കൊരു മന്ത്ലി ഇൻകമായി വരാം. അപ്പോൾ അത് ഈ കാർ ലയബിലിറ്റി ആയെന്ന് പറയുന്ന അതേ ഓഥർ തന്നെ പറയുന്നത് ഈ കാർ അസറ്റ് ആവുന്നത് ദ മൊമെൻറ്റ് ദറ്റ് കാർ സ്റ്റാർട്ട്സ് ജനറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്നുള്ളതാണ്. ഇതൊരു റെവല്യൂഷണറി ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം അത്രയും കാലം ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത് സാലറി വരിക, വേഗം കുറേ EMI എടുക്കുക, വീട് മേടിക്കുക, അത് അസറ്റാന്ന് ട്രീറ്റ് ചെയ്ത് കുറേ കയ്യിൽ നിന്ന് എക്സ്പെൻസ് ചിലവാക്കി ജീവിതകാലം മുഴുവൻ ജീവിച്ച് തീർക്കുക എന്നുള്ളൊരു ലൈനിലായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കിൽ ഇതൊരു വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു വിച്ച് മെയ്ഡ് എവരി വൺ തിങ്ക്. എല്ലാവരും ചിന്തിച്ചോ ഞാൻ എന്താണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നിങ്ങളും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങളും ചിന്തിക്കുക, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്ന അസറ്റ്സ് നിങ്ങളുടെ ശരിക്കുള്ള അസറ്റാണോ? അതായത് ഇൻകം വരുന്നുണ്ടോ, ക്യാഷ് അതിനകത്ത് നിന്ന് ഫ്ലോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതോ ആ അസറ്റിൻ്റെ നമ്മുടെ കയ്യിൽ ആ അസറ്റിൻ്റെ ഓണർഷിപ്പ് ഉള്ള സ്ഥിതിക്ക് നമ്മൾ കുറേ കാശ് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണോ? ഇനി മൂന്നാമത്തെ കാര്യം ഈ ഓഥർ ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു റിച്ച് എപ്പോഴും റിച്ച് ആയിക്കൊണ്ടേയിരിക്കുന്നതും എന്തുകൊണ്ടാണ് ഒരു മിഡിൽ ക്ലാസ് എപ്പോഴും ആ മിഡിൽ ക്ലാസ് ബ്രാക്കറ്റിൽ തന്നെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഫിഗർ ആദ്യം കാണാം. ഇതിനകത്ത് റിച്ചിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പുള്ളിയുടെ ഇൻകം കൂടിക്കൊണ്ടിരിക്കുന്നു. പുള്ളി ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് പുള്ളിയുടെ ഇൻകം വീണ്ടും കൂടിക്കൊണ്ടിരിക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ ഇൻകം വരുന്നു, ഇൻകം ജനറേറ്റിംഗ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും ഇൻകം കൂടുന്നു. അങ്ങനെ വന്ന് പുള്ളി എക്സ്പെൻസുകൾ കുറയ്ക്കുകയും അതുവഴി ലയബിലിറ്റീസും പുള്ളി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മിഡിൽ ക്ലാസ്സിൻ്റെ ഡയഗ്രത്തിലേക്ക് പോകാം. അപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ആദ്യം നമ്മൾ പറഞ്ഞ പോലെയും ഈ മിഡിൽ ക്ലാസ്സിൻ്റെ ഇൻകം കൂടുന്നതോറും മിഡിൽ ക്ലാസ്സിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സും ലയബിലിറ്റീസും അറ്റ് ദ സെയിം ടൈം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അസറ്റ് സൈഡിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. ആ അസറ്റ് സൈഡിലേക്ക് അവർക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് റിച്ച് എപ്പോഴും റിച്ചും പിന്നെ മിഡിൽ ക്ലാസ് എപ്പോഴും ആ മിഡിൽ ക്ലാസ് ട്രാപ്പ് എന്ന് പറയും, ആ ട്രാപ്പിനകത്ത് പെട്ടിരിക്കുന്നത് എന്നാണ് പുള്ളി മൂന്നാമത്തെ വളരെ ക്രിട്ടിക്കലായിട്ടൊരു കാര്യം പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം പുള്ളി വളരെ ക്രിട്ടിക്കലായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, കുറച്ചും കൂടി ഫിനാൻഷ്യലി ഇൻ്റലിജൻറ്റും ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയ ആൾക്കാരും ഏത് എക്സ്പെൻസ് കയ്യിൽ നിന്ന് ചിലവാക്കണേക്കാളും തൊട്ട് മുമ്പ് അവർക്ക് തന്നെ ചെറിയൊരു പേയ്മെൻറ്റ് മാറ്റി വയ്ക്കും എന്നുള്ളതാണ്. ആ ഈ പേയ്മെൻറ്റ് എന്ന് പുള്ളി അതിനകത്ത് പറയുന്നത് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ സ്വന്തം പേരിൽ തന്നെ ചെയ്യും. അവരുടെ മോൻ്റെയോ മോളുടെയോ വൈഫിൻ്റെയോ മദറിൻ്റെയോ പേരിൽ ഒന്നുമല്ല, അവരുടെ സ്വന്തം പേരിൽ തന്നെ ചെറിയൊരു എമൗണ്ട് അവർ സേവ് ചെയ്യും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്രേറ്റ് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുള്ളി റിച്ച് ഡാഡ് പുവർ ഡാഡിനകത്ത് നമ്മൾ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള അസറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യവും ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ കാര്യങ്ങളൊക്കെ പുള്ളി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ജസ്റ്റായിട്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പുള്ളി പറയുന്നതിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളത്, പുള്ളി പറയുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. അത് ആ കാലത്ത് പുള്ളി വളരെ യങ് ആയിട്ടിരുന്ന കാലത്ത് US-ലെ സിറ്റുവേഷനാണ് പുള്ളി പറയുന്നത്. ആ സിറ്റുവേഷൻ വെച്ച് നമ്മൾ ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പുള്ളി പറയുന്നത് പുള്ളി ഒരു ഫ്ലാറ്റ് മേടിച്ചു, ആ ഫ്ലാറ്റിൽ നിന്ന് പുള്ളിക്ക് റെൻ്റൽ ഇൻകം കിട്ടി, ആ റെൻ്റൽ ഇൻകത്തിലൂടെ പുള്ളി വേറൊരു ഫ്ലാറ്റ് മേടിച്ചു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഫ്ലാറ്റ് മേടിക്കണമെങ്കിൽ നമ്മുടെ റെൻ്റൽ ഈൽഡ് വളരെ കുറവാണ്. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്, കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ പ്ലേ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഈ ബാങ്കിലേക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റും ഇപ്പോൾ കൂടി വരികയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട്.
അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, കൊടുക്കേണ്ട ഇൻട്രസ്റ്റും കിട്ടുന്ന റെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇന്ത്യയിൽ കൂടുതലായതുകൊണ്ട് പുള്ളി പറയുന്നത് കണ്ണും പൊട്ടി വിശ്വസിച്ച് നേരെ പോയി റിയൽ എസ്റ്റേറ്റിലേക്ക് മേടിക്കുക എന്നുള്ളതല്ല. പക്ഷേ പുള്ളി പറയുന്ന നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത ക്രിറ്റിക്കൽ പോയിൻറ്റ്സ് നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു ഗിവ് അവേ ചെയ്യുന്നുണ്ട്. ആ ഗിവ് അവേയുടെ വാലിഡിറ്റി അല്ലെങ്കിൽ ടെന്യൂർ എന്ന് പറയുന്നത് 1 മന്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു റിച്ച് ഡാഡ് പുവർ ഡാഡ് ഒരു ബുക്ക് വേണമെങ്കിൽ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും കൊടുക്കുക. സോ ദാറ്റ് നമുക്ക് ഈ ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ പാകത്തിന്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.